സവർക്കറെ പറ്റിയുള്ള ചോദ്യത്തിന് ഹിന്ദു മഹാസഭയും RSSും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. സാങ്കേതികമായി രണ്ടും രണ്ട് സംഘടനകളാണല്ലോ. അപ്പോൾ ഒരു ബന്ധവും ഇല്ല എന്ന് ഞാനൊന്ന് ശിവപ്രസാദിലേക്ക് പോട്ടെ. ശിവപ്രസാദിലേക്കാണ് ശ്രീ ശിവശങ്കർ. ശിവപ്രസാദ്, അപ്പോൾ എന്താണ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം കണ്ടല്ലോ. സവർക്കറുമായി ബന്ധപ്പെട്ട് സവർക്കറുടെ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന ചില പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. EMSന്റെ ലേഖനത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് മറുപടി? അല്ല സ്മൃതി, നമ്മൾ ഈ ചർച്ച ഇപ്പോൾ 8 മണിക്ക് അവസാനിക്കേണ്ട ചർച്ചയാണ്. ഒരു അരമണിക്കൂർ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്താൽ അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ MS ഗോൾവാക്കറെ തള്ളിപ്പറയും, അദ്ദേഹം ഹെഡ്ഗേവാറിനെ തള്ളിപ്പറയും, അദ്ദേഹം ഈ രാജ്യത്തെ RSSനെ തന്നെ തള്ളിപ്പറയേണ്ടി വരും. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയതയെ സംബന്ധിക്കുന്ന വിഷയമാണല്ലോ. ദേശീയതയെ സംബന്ധിക്കുന്ന ഒരു ചർച്ചയ്ക്ക് BJP പ്രതിനിധിക്ക് വന്നിരിക്കേണ്ടി വന്നാൽ അവർക്ക് ഇവരെല്ലാം തള്ളിപ്പറയേണ്ടി വരും. അതൊരു ചരിത്ര സത്യമാണ്. അത് ശിവശങ്കരനെ പഠിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ ഗതികേടാണ്. കാര്യം ഒരു BJP നേതാവിനും ഇന്ത്യയിൽ വർത്തമാനകാലത്തോ ഭാവിയിലോ ഇന്ത്യൻ ദേശീയതയെ പറ്റി പറയുമ്പോൾ RSSനെയോ ഹിന്ദു മഹാസഭയെയോ ഹെഡ്ഗേവാറിനെയോ VD സവർക്കറിനെയോ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല. അത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യയുടെ ദേശീയതയെ, യഥാർത്ഥ ദേശീയ ബോധത്തെ ഒറ്റുകൊടുത്തവരാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ RSSകാർ എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇവരെല്ലാം തള്ളി പറയേണ്ടി വന്നത്. ഇദ്ദേഹം കുറെ പുസ്തകങ്ങളുടെ പേര് പറയുന്നുണ്ടല്ലോ. ഒരുപാട് പുസ്തകങ്ങളൊന്നും വേണ്ട. അദ്ദേഹം EMSനെയൊക്കെ അനാവശ്യമായി അതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട്. EMS അങ്ങനെയൊന്നും പറഞ്ഞാൽ എന്റെ ശ്രദ്ധയിലില്ല. അദ്ദേഹം ഏതൊക്കെയോ പുസ്തകത്തിന്റെ പേര് കൊണ്ടിട്ടാണ്. എന്റെ ഒരു പുസ്തകമുണ്ട്, MS ഗോൾവാക്കർ, RSS ആൻഡ് ഇന്ത്യ. MS ഗോൾവാക്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എഴുതിയൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ വിശാലമായി ഈ അഖണ്ഡ ഭാരതം, അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്, അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം എന്താവണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അഖണ്ഡ ഭാരതമാണ് RSS സ്വപ്നം എന്ന് പറയുമ്പോൾ ആ അഖണ്ഡ ഭാരതത്തിൽ RSS എന്താ വിഭാവനം ചെയ്തത് അത് കൂടി പറയണ്ടേ BJPയുടെ പ്രതിനിധി? പറയുമ്പോൾ എല്ലാം പറയണ്ടേ? ഒരു കഷ്ണം മാത്രം പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ സങ്കല്പം, ഇത് മഹത്തരമാണ്, ഇതാണ് ഞങ്ങൾ സ്വപ്നം കണ്ട കിനാശേരി എന്ന് പറയുമ്പോൾ എന്താണ് ആ സ്വപ്നം എന്ന് വിശദീകരിക്കണ്ടേ? ധൈര്യത്തോടെ ഈ ചാനലിനകത്ത് വന്നിരുന്ന് എന്താ MS ഗോൾവാക്കർ പറഞ്ഞ അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം? MS ഗോൾവാക്കർ പറഞ്ഞ അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പത്തിൽ മുഴച്ചു നിൽക്കുന്ന വാചകങ്ങൾ ഹിന്ദു ആർ ദ പ്രൈമറി ആൻഡ് ഓൺലി കമ്പോണന്റ് ഓഫ് ഇന്ത്യ എന്ന, ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതും ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഏത് ഹിന്ദുക്കൾ? സവർണ ഹിന്ദുക്കൾ. എന്നിട്ടോ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ 1947 കിട്ടിയ സ്വാതന്ത്ര്യമല്ല കേട്ടോ, 47 ഓഗസ്റ്റ് 15 നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യമല്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ഈ രാജ്യത്ത് ഇവർ വിഭാവനം ചെയ്യുന്ന ഹിന്ദു സവർണ വർഗത്തിന് പരമാധികാരമുള്ള രാജ്യ സംവിധാനം ഉണ്ടാകണം. അങ്ങനെ പരമാധികാരമുള്ള രാജ്യ സംവിധാനം ഉണ്ടായെങ്കിലേ ഈ രാജ്യത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം വരൂ. എഴുതിയത് MS ഗോൾവാക്കർ ഈ പുസ്തകത്തിലുണ്ട്. ഏത് പുസ്തകമാണ് വേണ്ടത്? ഇന്ത്യ സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഏത് ഭാഗം വായിക്കണ്ടേ? ഏത് പേജ്? ആ വാചകം വായിച്ചുതരാം. ഏത് ഭാഗം? നിങ്ങളിപ്പോ പറഞ്ഞ പേജില് ഒരു മിനിറ്റ് പേജ് എടുത്തോട്ടെ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ വാചകങ്ങൾ വായിക്കും. എന്റെ അടുത്ത് പുസ്തകം ഉണ്ടെന്നേ. പേജ് എടുത്തോട്ടെ. ഹിന്ദു സൊസൈറ്റി വാണ്ട്സ് ഗോൾവാക്കർ must not deceive itself by imagining that since Hindus are majority in the country, independent India is not a Hindu Rashtra. കേട്ടോ, വാക്ക് കേട്ടോ. അടുത്ത വാചകമാണ് പ്രധാനപ്പെട്ടത്, ഞാൻ പറയാൻ വിട്ടുപോയല്ല. നെയ്തർ ഷുഡ് ദേ ബി വീക്കൺ ദംസെൽസ് ബൈ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് നോൺ വയലൻസ് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അതായത് ഈ പറയുന്ന അഹിംസയുടെയും അതോടൊപ്പം തന്നെ ഒരുമിച്ച് ജീവിക്കണമെന്ന സൗഹൃദത്തിന്റെ ആശയത്തിൽ ഹിന്ദു സഹോദരന്മാർ തെറ്റിദ്ധരിച്ചു പോകരുത് പറയുന്നത് MS ഗോൾവാക്കർ. ദേ ആർ മിയർലി സ്മോക്രീൻസ് ടു ഹൈഡ് ദ വീക്ക്നെസ് ഓഫ് ഹിന്ദു സൊസൈറ്റി. റാദർ ദേ മസ്റ്റ് എംഫസിക്കലി ക്ലെയിം ദാറ്റ് ദ ഹിന്ദുസ് represent the very root of this land and they constitute its primary and only component. The very existence of this nation, he adds, is the responsibility of Hindu society. അവസാനത്തെ വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. For this nation to survive, flourish and have a fearless life, the Hindus must become sovereign in every way. In this lies real independence. പറഞ്ഞത് MS ഗോൾവാക്കർ. തള്ളി പറയുന്നുണ്ടോ? ഇനി കുറച്ച് കഴിയുമ്പോൾ MS ഗോൾവാക്കർ തള്ളി പറയുമോ?